ഹലോ മച്ചീസ്, ടോപ്പ് സ്പീഡ് മച്ചീസ്. ഇന്ത്യയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന വാഹന കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും മറുപടി പറയുന്നത് മാരുതി സുസുക്കിയുടെ പേരായിരിക്കുമല്ലേ. 1983 ഇന്ത്യയിലേക്ക് വന്ന ഈ ഒരു ജപ്പാനീസ് കമ്പനി ഇന്ന് തൻ്റെ എതിരാളികൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒരു വർഷം തങ്ങളുടെ എതിരാളികൾ വിൽക്കുന്നതിനേക്കാൾ 3 ഇരട്ടി കൂടുതൽ കാറുകളാണ് അവരിവിടെ വിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതും മാരുതിയുടെ വണ്ടികളാണ്. നിരവധി ആരാധകരുള്ളത് പോലെ തന്നെ ഒത്തിരി ഹേറ്റേഴ്സുമുള്ള ഒരു വാഹന ബ്രാൻഡ് കൂടിയാണ് മാരുതി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ ഫാൻസും ഹേറ്റേഴ്സും ഇവയെല്ലാം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. മാരുതിയുടെ ഹേറ്റേഴ്സ് ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇവിടുത്തെ മറ്റു വാഹന ബ്രാൻഡുകളുടെ ആരാധകരാണ് അവർ. അത്തരത്തിലുള്ള മാരുതി ഹേറ്റേഴ്സിനെ ആഘോഷിക്കാനുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വാഹന വിപണിയിൽ നിന്ന് ഉയർന്നു വരുന്നത്. നിങ്ങൾ ഒരു അപ്ഡേറ്റഡ് വാഹന പ്രേമിയാണെങ്കിൽ ഇതിനോടകം നിങ്ങൾ ആ വാർത്ത അറിഞ്ഞിരിക്കുമല്ലോ. ഇനി അറിയാത്തവർക്കായിട്ട് കുറച്ച് ദിവസം മുമ്പാണല്ലോ മാരുതി ടോപ്പ് ലുക്ക് മോസ്റ്റ് ഫാൻ ഫോളോയിങ് വാഹനം സ്വിഫ്റ്റ് ലാറ്റിൻ NCAP ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കുന്നത്. എന്നാൽ ഈ ക്രാഷ് ടെസ്റ്റിന് ശേഷം ഈ വാഹനത്തിന് ലഭിച്ചതോ 0 സേഫ്റ്റി റേറ്റിംഗ് ആണ്. അതായത് യാതൊരുവിധ സേഫ്റ്റി റേറ്റിംഗ് ലഭിക്കാതെ ക്രാഷ് ടെസ്റ്റിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ലാറ്റിൻ ക്രാഷ് ടെസ്റ്റ് പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നത് ബ്രസീൽ, ചിലി, പെറു, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം മറ്റു ലാറ്റിൻ കൺട്രീസിലും കരീബിയൻ റീജിയൻസിലൊക്കെയാണ്. ഇത്തരത്തിലുള്ള ലാറ്റിൻ അമേരിക്കൻ റീജിയൻസിൽപ്പെട്ട രാജ്യങ്ങളിലേക്ക് മാരുതി സുസുക്കി തങ്ങളുടെ വാഹനം കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ. ലാറ്റിൻ കൺട്രീസിൽ മാത്രമല്ല, ഏകദേശം 100ഓളം രാജ്യങ്ങളിൽ 14 മോഡലുകളുടെ 150ഓളം വേരിയന്റുകൾ മാരുതി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെ നിരന്തര അഭ്യർത്ഥനയെ മാനിച്ച് ഇന്ത്യൻ നിർമ്മിത വാഹന കമ്പനികൾ അവരുടെ വാഹനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിനെ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ലാറ്റിൻ ക്രാഷ് ടെസ്റ്റിൽ അമ്പെ പരാജയപ്പെട്ട സ്വിഫ്റ്റിന് ഗ്ലോബൽ NCAPയിൽ ലഭിച്ചത് 2 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ്. എന്നാൽ ഗ്ലോബൽ ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം പരിഗണിക്കുമ്പോൾ ലാറ്റിൻ NCAP കുറച്ചുകൂടി കടുപ്പമാണ്. ഗ്ലോബലിൽ മികച്ച റേറ്റിംഗ് നേടുന്ന കാറുകൾ പോലും ലാറ്റിനിൽ ആ മികവ് പലപ്പോഴും പുലർത്തുന്നതായി കാണാറില്ല. ഇത്തരത്തിൽ ഓരോ റീജിയൻ ബേസ് ചെയ്ത് നിരവധി ക്രാഷ് ടെസ്റ്റുകളുണ്ട്. ഇന്ത്യയിൽ അത് ഭാരത് NCAP ക്രാഷ് ടെസ്റ്റാണ്. അഡൽട്ട് സേഫ്റ്റിയിൽ 15.53%, ചൈൽഡ് സേഫ്റ്റിയിൽ 0% സേഫ്റ്റിയുമാണ് സ്വിഫ്റ്റ് നേടിയത്. ഈ വാർത്ത അറിഞ്ഞത് മുതൽ മാരുതി സുസുക്കിയെ ബ്ലെയിം ചെയ്ത് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഇത്രയും മോശം വണ്ടികളാണോ ഇവിടെ ഇവർ പുറത്തിറക്കുന്നത് എന്നും ജനങ്ങളുടെ ജീവനിൽ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നും നിരവധി പേര് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലാതെയും എല്ലാം തങ്ങളുടെ പ്രതികരണം അറിയിക്കുന്നു. അത് മാത്രമല്ല, ഇവിടുത്തെ മാരുതി ഹേറ്റേഴ്സിനിടയിൽ മാരുതി സുസുക്കി വാഹനങ്ങളെ പപ്പട എന്ന പേരിലാണ് കളിയാക്കി വിളിക്കുന്നത്. ഈ ഒരു സംഭവം അവർക്ക് മാരുതിയെ ആ പേര് വിളിച്ച് കളിയാക്കാൻ കൂടുതൽ ആക്കം കൂട്ടുകയാണ്. ഇനി ഈ ഒരു വിഷയത്തിലുള്ള ചില വസ്തുതകളെ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മാരുതി സുസുക്കിയുടേതാണ് എന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആക്സിഡന്റിൽ മരിക്കുന്നതും ഇന്ത്യയിലാണ്. അപകടങ്ങളിൽ പല വികസിത രാജ്യങ്ങളെക്കാൾ പിന്നിലാണെങ്കിലും അപകട മരണങ്ങളിൽ ഇന്ത്യയാണ് ലോകത്ത് തന്നെ മുന്നിൽ നിൽക്കുന്നത്. അപകടപ്പെട്ട ആളെ സുരക്ഷിതമാക്കുന്നതിൽ അവൻ്റെ വാഹനം പരാജയപ്പെടുന്നത് കൊണ്ടും ഈ കണക്കിൽ കഴമ്പുണ്ട്. എന്നാൽ ഈ ഒരു കാരണം മാത്രമല്ല അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും കാരണമെന്ന് ഓർപ്പിച്ചുകൊള്ളുകയാണ്. ഈ വിഷയങ്ങൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കുന്നതാണ് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് മാരുതി സുസുക്കി ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡായി നിൽക്കുന്നതെന്നും ഇത്രയും ടോപ്പ് ബ്രാൻഡായി നിന്നിട്ടും സേഫ്റ്റിയിൽ എന്തുകൊണ്ട് അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതെന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ചരിത്രം ഒന്ന് ചെയ്യേണ്ടി വരും കേട്ടോ. 1983 ജാപ്പനീസ് ബ്രാൻഡായിട്ടുള്ള സുസുക്കി ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള ഉദ്യോഗ ലിമിറ്റഡുമായിട്ട് ചേർന്ന് മാരുതി സുസുക്കി ബ്രാൻഡിന് ജന്മം കൊടുത്തത്. ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് കാറായ 800 അവതരിപ്പിച്ചായിരുന്നു അവർ ഇവിടേക്ക് വന്നത്. കാർ എന്ന നിരവധി പേരുടെ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ജനതയുടെ സ്വപ്നത്തെ ആദ്യം പൂർത്തീകരിച്ചത് മാരുതി സുസുക്കി വാഹനങ്ങളാണ്. ഇന്ത്യയിൽ പാവങ്ങളെക്കാളും പണക്കാരെക്കാളും കൂടുതലായുള്ള മിഡിൽ ക്ലാസ് ജനതയ്ക്ക് വേണ്ടി പിന്നെയും നിരവധി ബഡ്ജറ്റ് കാറുകൾ മാരുതി പുറത്തിറക്കി. മറ്റ് കമ്പനികൾ അവരുടെ വാഹനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാരുതി ചെയ്തത് അല്പശ്രദ്ധ വാഹനത്തിലും അധിക ശ്രദ്ധ അവയുടെ തുകയെ കുറയ്ക്കുന്നതിലുമായിരുന്നു. ആ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ പല കാര്യങ്ങളിലും മാരുതിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സേഫ്റ്റി എന്നതിനെ കൂടിയാണ്. മാത്രമല്ല, ഇവിടുത്തെ കൂടുതൽ കസ്റ്റമേഴ്സും അത് ചിലപ്പോൾ മാരുതി വാഹനങ്ങളെ കുറ്റം പറയുന്ന ആളുകളാണെങ്കിൽ കൂടിയും ഒരു വാഹനം സ്വന്തമാക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് അതിൻ്റെ വിലയും മൈലേജും EMI സ്കീമും എന്നിവയൊക്കെയാണല്ലേ. ഈ കാര്യങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തുന്നത് മാരുതി തന്നെയാണ്. മൈലേജ് കൂടുതലുള്ള വാഹനം, പ്രത്യേകിച്ചും പെട്രോളിന് തീ വിലയുള്ള ഈ കാലത്ത് ആരാണ് എടുക്കാൻ നിർബന്ധിതനാവാത്തത്? മികച്ച മൈലേജ് ആ വാഹനത്തിന് ലഭിക്കണമെങ്കിൽ ആ വാഹനത്തിൻ്റെ നിരവധി കാര്യങ്ങളെ, പ്രത്യേകിച്ച് വെയിറ്റ്, അതുമായി ബന്ധപ്പെട്ട ബിൽഡ് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ബിൽഡ് ക്വാളിറ്റി ഇല്ലാത്ത വാഹനത്തിന് എത്രത്തോളം സേഫ്റ്റി നൽകാൻ പറ്റും?
എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നും ഇന്ന് ഇവിടുത്തെ കസ്റ്റമേഴ്സ് തിരഞ്ഞെടുക്കുന്നത് ബഡ്ജറ്റ് കാറുകളാണ്. ആ വിലയിൽ ലഭിക്കുന്ന കാറിന് അത്രത്തോളം സേഫ്റ്റി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി മാരുതിയുടെ വണ്ടികൾ മാത്രമല്ല, ഒരുവിധം ബഡ്ജറ്റ് കാറുകളെല്ലാം തന്നെ സേഫ്റ്റിയിൽ വളരെ മോശം നിൽക്കുന്നവയാണ്. ഹുണ്ടായിയുടെ പല വാഹനങ്ങളും അതിന് മറ്റൊരു ഉദാഹരണം. മികച്ച സേഫ്റ്റി കാറുകൾ ഓവർ പ്രൈസ്ഡ് എന്ന പേരിൽ തടയുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈവൻ മാരുതിയുടെ തന്നെ അത്തരം വാഹനങ്ങളുടെ സെയിൽസ് നോക്കിയാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു കാര്യത്തിന് ഒരു അപവാദം എന്ന രീതിയിൽ ടാറ്റ ഇപ്പോൾ വാഹനങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. മികച്ച ബിൽഡ് ക്വാളിറ്റിയും അതിനൊപ്പം സേഫ്റ്റി, മൈലേജ് തുടങ്ങിയ കാര്യങ്ങളിൽ ടാറ്റ മികവ് പുലർത്തുമ്പോൾ വില മാരുതിയുടെ അത്രയും കുറവല്ലെങ്കിൽ കൂടിയും ഒരു പരിധിവരെ ബഡ്ജറ്റ് കാറുകൾ തന്നെയാണ് ഇവയും. ഇതേ ടാറ്റ പുറത്തിറക്കിയ ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ കാറായിട്ടുള്ള നാനോയ്ക്ക് സംഭവിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലേ. യാതൊരുവിധ സേഫ്റ്റിയും ഇല്ലാതിരുന്ന ആ വാഹനം ഇന്ന് പുറത്തിറങ്ങുന്നേയില്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, വില കുറയുമ്പോൾ സേഫ്റ്റി ഇല്ല, നോ. ഇനി സ്വിഫ്റ്റിന്റെ ലാറ്റിൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവയെ കളിയാക്കിക്കൊണ്ട് ടാറ്റ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. ഡോണ്ട് ഗാംബിൾ സേഫ്റ്റി എന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ 5 സ്റ്റാർ മുകളിൽ വരുന്ന തരത്തിൽ ഓരോ സ്റ്റാറിലും 0 എന്ന് മെൻഷൻ ചെയ്ത് എല്ലാത്തിന്റെ അടിയിൽ SIWTF എന്നും നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വിഫ്റ്റിനിട്ടുള്ള ഒരു കൊട്ടാണ് എന്ന് എളുപ്പം മനസ്സിലാക്കാം. മുമ്പും പല അവസരങ്ങളിലും ടാറ്റ തങ്ങളുടെ എതിരാളികൾക്ക് മേലെ പല ട്രോളുകളും പങ്കുവച്ചിട്ടുണ്ട്. സ്വിഫ്റ്റിന്റെ കൂടെ തന്നെ ലാറ്റിൻ ക്രാഷ് ടെസ്റ്റിൽ 0 സ്റ്റാർ ലഭിച്ച മറ്റൊരു വാഹനം റെനോ ഡസ്റ്ററാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ മോസ്റ്റ് സെല്ലിംഗ് SUV ആയ ഈ വാഹനം നിലവിൽ ഇന്ത്യയിൽ വളരെ മോശം അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അധികം വാർത്തകൾ ഈ വാഹന സ്ഥാനം പിടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ ഇനി അങ്ങോട്ട് കുറേ നാള് ടോപ്പ് ബ്രാൻഡായി നിൽക്കാൻ പോകുന്നത് മാരുതി തന്നെ ആയിരിക്കും. സേഫ്റ്റിയിൽ അവർ പുറകിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലെ മികവ് തന്നെയാണ് അതിന് കാരണം. നിരവധി കാർ ബ്രാൻഡുകൾ വിൽപ്പന നടത്തിയ പല കാറുകളെയും കോമൺ കംപ്ലൈൻറ്റ്സ് മൂലം തിരിച്ചു വിളിക്കുമ്പോൾ മാരുതി ആ കാര്യത്തിലും കസ്റ്റമേഴ്സിന് താങ്ങാവുന്നു. ഭാവിയിൽ സേഫ്റ്റിയിൽ കൂടിയും അവർ ഈ നേട്ടം കൈവരിച്ചാൽ ഇനിയും മാരുതി തന്നെ ഇവിടുത്തെ റോഡുകൾ ഭരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിക്കണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോസ് ടോക്ക് സ്പീഡിൻ്റെ മെയിൻ പേജിൽ നിന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ടോക്ക് സ്പീഡ് ചാനൽ ടീമിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ ടോക്ക് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.